മറ്റൊരു സന്ദർഭത്തിലാകാം, ഇന്ന് സമയമില്ല. എന്നാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. കർത്താവ് വരും. വാഗ്ദത്തങ്ങൾ, ആ ദൈവത്തിൻ്റെ വചനം നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. കർത്താവ് മടങ്ങി വരും. കർത്താവ് മടങ്ങി വരും. നമ്മുടെ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പടിയല്ലാത്തൊരു നിത്യഭവനം, ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ കർത്താവ് വരും, നമ്മെ തൻ്റെ സവിധത്തിൽ ചേർക്കും. പ്രിയരെ, യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ പ്രത്യാശയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ക്രൂശ് പ്രസംഗ വിഷയം മാത്രമല്ല, ക്രൂശ് എൻ്റെ പ്രശംസ വിഷയമാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. ഈ ക്രൂശ് എൻ്റെ പ്രത്യാശയാണ്. ക്രൂശിൽ മരിച്ച കർത്താവ് മടങ്ങി വരും. തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ സവിധത്തിലേക്ക് ചേർക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. അവൻ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവേൻ. ഈ പ്രതികൂല സാഹചര്യത്തിൽ വൈറസ് ബാധ മൂലം ലോകം മുഴുവൻ കഷ്ടമനുഭവിക്കുമ്പോൾ, ജോലിയുള്ളവർ ജോലി നഷ്ടപ്പെട്ട് ഭാരപ്പെടുമ്പോൾ, ഇനി എന്ത് ജോലി ചെയ്യും, എങ്ങനെ ജീവിക്കും, കുഞ്ഞുങ്ങളെ പോറ്റും എന്ന് വിചാരിച്ച് ഭാരപ്പെടുന്നവർ, പല നിലകളിലുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ, പല നിലകളിൽ വിഷമിക്കുന്നവർ അനേകരാണ്. എന്നാൽ ഈ താഴ്ചയുടെ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഭാവിയെ ചൊല്ലി ആകുലപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ ഭാവിയെല്ലാം എൻ്റെ കർത്താവ് അറിയുന്നു. ഈ ലോകത്തിലെ അല്പകാല ജീവിതത്തിൽ നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവ് നിത്യതയ്ക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. ഈ കർത്താവ് വന്ന് തൻ്റെ സവിധത്തിൽ നമ്മെ ചേർക്കും വരെ ദൈവം നമുക്ക് തരുന്ന ആയുസ്സിൻ്റെ നാളുകൾ പ്രത്യാശയോടുകൂടെ ജീവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതേസമയം ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഈ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയരെ, യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമോ? കേട്ട ഗാനങ്ങളും ഈ സന്ദേശവും, ഈ ക്രൂശിൻ്റെ സന്ദേശം നിങ്ങൾ രക്ഷയ്ക്ക് മുഖാന്തരമായി തീരട്ടെ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടും നമുക്കോ ദൈവശക്തിയുമാകുന്നു. ആ ദൈവശക്തി ജീവിതത്തിൽ അനുഭവിച്ചെറിഞ്ഞ സകല ഭക്തന്മാരെയും സകല ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്കളുടെ ജീവിതത്തിൽ ആ ദൈവശക്തി അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഈ രക്ഷാദിവസത്തിൽ, ഈ സുപ്രസാദകാലത്തിൽ താങ്കളുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് കൈകാലുകൾ കാരിരും പാണികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആ മുതുക് ചാട്ടവാട് കൊണ്ട് നീളത്തിൽ അടിച്ചു കീറപ്പെട്ട, ശിരസിൽ മുൾക്കിരീടം ആഞ്ഞു തറയ്ക്കപ്പെട്ട, മുഖത്തെ രോമങ്ങൾ പിഴുതുപറിക്കപ്പെട്ട, മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട് നമുക്ക് വേണ്ടി പരിഹാസപാത്രമായി തീർന്ന നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പ്രാണവേദനയിൽ പിടഞ്ഞുകൊണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വെടിഞ്ഞ മരിച്ചവനെങ്കിലും മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന തന്നെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കുവാൻ മടങ്ങി വരുന്ന യേശു കർത്താവിനെ താങ്കൾ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമോ? ഈ ദൈവസ്നേഹത്തെ നിങ്ങൾ മറുതലിക്കാതെ, ഈ ദൈവസ്നേഹത്തെ ആദരിച്ചുകൊണ്ട്, ഈ ദൈവസ്നേഹത്തിൻ്റെ ക്ഷണം നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചത്, ഞാനത് വിശ്വസിക്കുന്നു. എന്നെ രക്ഷിക്കുവാൻ എനിക്ക് വേണ്ടി കാൽവറിയിൽ മാർവ് പിളർന്ന് ആ ചങ്കിലെ ചുടുതണം എനിക്ക് വേണ്ടി ഒറ്റ, ഞാനത് വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ എൻ്റെ പാപവഴികളോട് വിട പറയുന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായി അങ്ങേക്കായി തരുന്നു. ഇന്ന് മുതൽ എൻ്റെ ജീവിതം പൂർണ്ണമായി അങ്ങേക്കുള്ളതായിരിക്കും. അങ്ങനെ രക്ഷിച്ചതുകൊണ്ട് സ്തോത്രം. എന്നെ ഒരു ദൈവ പൈതലാക്കിയത് കൊണ്ട് സ്തോത്രം. സകല മഹത്വവും അങ്ങേ തൃപാദത്തിൽ സമർപ്പിക്കുന്നു. ഈ നിലയിൽ തീരുമാനമെടുത്ത് ഒരു പുതിയ സൃഷ്ടിയായി ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. യേശു കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി തീരുവാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ സന്ദേശം ആദ്യോടൊന്നും ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്നൊരു ഗാനം ശ്രദ്ധിക്കുകയാണ്. നല്ലിടയൻ യേശു എന്ന ഈ ഗാനം ശ്രദ്ധിക്കുമ്പോൾ നാം വഴിതെറ്റിയ ആടുകളെപ്പോലെ കൊണ്ടുവരാത്തവരായി പോയപ്പോൾ നമ്മെ തേടി വന്ന ഈ നല്ലിടയൻ്റെ സ്നേഹം,
ഈ ഗാനത്തിലൂടെ നമുക്ക് രുചിച്ചറിയാം. പ്രിയ സഹോദരൻ ഷാജു നമുക്കായി ഈ ഗാനം ആലപിക്കുന്നു. നല്ലിടയൻ യേശു നല്ലിടയൻ, വല്ലഭനാമജപാലകൻ. നല്ലിടയൻ യേശു നല്ലിടയൻ, വല്ലഭനാമജപാലകൻ. നിൻ തിരുജീവൻ തന്നതി സ്നേഹാൽ കാത്തിടും അലിവാൽ നായകൻ. നല്ലിടയൻ യേശു നല്ലിടയൻ, വല്ലഭനാമജപാലകൻ. നല്ലിടയൻ യേശു നല്ലിടയൻ, നല്ലിടയൻ യേശു നല്ലിടയൻ. ലോകത്തിൻ മറുപച്ച തേടി നാശത്തിൻ വഴിയെ പോയി. ലോകത്തിൻ മറുപച്ച തേടി നാശത്തിൻ വഴിയെ പോയി. കൂട്ടം വിട്ടലയുന്നോരാടിനെ തേടി തേടി വരുന്നു നല്ലിടയൻ. കൂട്ടം വിട്ടലയുന്നോരാടിനെ തേടി തേടി വരുന്നു നല്ലിടയൻ. നല്ലിടയൻ യേശു നല്ലിടയൻ, വല്ലഭനാമജപാലകൻ. നല്ലിടയൻ യേശു നല്ലിടയൻ, നല്ലിടയൻ യേശു നല്ലിടയൻ. പാപത്തിൻ പടുകുഴിയിൽ വീണു ആപത്തിൽ കേണുഴലും. പാപത്തിൻ പടുകുഴിയിൽ വീണു ആപത്തിൽ കേണുഴലും. ആടിനെ വാരി ഉണർന്നു തോളിൽ ഏറ്റി നയിക്കും നല്ലിടയൻ. ആടിനെ വാരി ഉണർന്നു തോളിൽ ഏറ്റി നയിക്കും നല്ലിടയൻ. നല്ലിടയൻ യേശു നല്ലിടയൻ, വല്ലഭനാമജപാലകൻ. നല്ലിടയൻ യേശു നല്ലിടയൻ, വല്ലഭനാമജപാലകൻ. നിൻ തിരുജീവൻ തന്നതി സ്നേഹാൽ കാത്തിടും അലിവാൽ നായകൻ. നല്ലിടയൻ യേശു നല്ലിടയൻ, വല്ല
വല്ലഭനാം അജപാലകൻ, നല്ലിടയൻ യേശു നല്ലിടയൻ, നല്ലിടയൻ യേശു നല്ലിടയൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാഞ്ചലിയൻ മിനിസ്ട്രീസിൻ്റെ 15ാമത് എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ശുശ്രൂഷയുടെ പ്രാരംഭം മുതൽ ഇതുവരെയും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കുകയും ദൈവകൃപ വ്യാപരിക്കുകയും ചെയ്തോർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ ശുശ്രൂഷയെ പ്രാർത്ഥനയിൽ ഓർക്കുക. എല്ലാ ആഴ്ചയിലും ഈ ശുശ്രൂഷ ഇതേ നിലയിൽ തുടരുന്നതാണ്. ഇന്ന് പ്രധാന ശുശ്രൂഷകൾ നിർവഹിപ്പാനായി അതിഥിയായെത്തിയ കർത്താവിൻ്റെ ദാസൻ സാംസക്രിയ കൊട്ടാരക്കര അവരോട് നന്ദി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ഗാനം ആലപിക്കാനായി എത്തിയ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഷാജു ചെന്നപ്പെട്ട അവരോട് നന്ദി അറിയിക്കുന്നു. ആൻസി തെമ്പക്കാരനോട് നന്ദി അറിയിക്കുന്നു. കീബോർഡ് വായിച്ച സുജിത് സുനിൽ, വീഡിയോ ഓപ്പറേറ്റ് ചെയ്ത സുനിൽ കൊട്ടാരക്കര, കർത്താവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രിയ സ്നേഹിതനും എൻ്റെ ദീർഘകാല സുഹൃത്തും ഞങ്ങളുടെ സഭയുടെ സഭാംഗമായ കർത്താവിൻ്റെ ദാസൻ റജി പി അവർ മുന്നോട്ട് വന്ന് ഒരു വാക്ക് ചുരുക്കത്തിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങൾ ദീർഘമായി സ്നേഹിതരാണ്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പലപ്പോഴും ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന ദേവദാസനാണ്. പ്രിയദാസനോട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ചുരുക്കമായി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ ദാസൻ സാംസക്രിയ അവകൾ ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ഈ നിലയിൽ അങ്ങയുടെ മക്കൾക്ക് കർത്താവേ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവേ ഈ നിലയിൽ അങ്ങയുടെ സന്ദേശം കർത്താവെ ജീവൻ്റെ വചനം ലോകത്തോടെ അറിയിപ്പാൻ തക്കോണം അങ്ങയുടെ മക്കളെ കരങ്ങളിലെടുത്തതിനായി നന്ദിയോടെ സ്തോത്രം. ഇതിൻ്റെ കർത്താവെ മാധ്യമങ്ങളെയൊക്കെയും ദൈവം അനുഗ്രഹമായി കർത്താവെ അതിൻ്റെ നിലയിൽ സൂക്ഷിച്ചതിനായി സ്തോത്രം. കർത്താവെ ഞങ്ങൾ ഈ പ്രോഗ്രാം എത്രത്തോളം അനുഗ്രഹമായി നടത്തുവാൻ ദൈവം സഹായിച്ച എല്ലാ നല്ല ദാനങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഇതിലൂടെ ഈ സന്ദേശവും ഈ ഗാനങ്ങളും ശ്രവിച്ച അങ്ങയുടെ മക്കൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് കർത്താവെ ഈ സന്ദേശം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച മക്കളെ ദൈവം സഹായിക്കണമേ കർത്താവെ. കർത്താവിൻ്റെ വചനം ജീവൻ്റെ വചനം കർത്താവെ, അത് കർത്താവെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന വചനമാണെന്ന് കർത്താവെ അങ്ങയുടെ മകനിലൂടെ കർത്താവെ അറിയിപ്പാൻ തൊക്കണം ദൈവം പ്രിയദാസനെ കർത്താവ് കരങ്ങളിലെടുത്തതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ കർത്താവെ ടീമിനെ അവിടുന്ന് സഹായിക്കണം. ഈ പ്രോഗ്രാമിനെ എത്രത്തോളം നടത്തിയ ദയക്കായി നന്ദി പറയുന്നു കർത്താവെ. തുടർന്നും കർത്താവെ അവിടുത്തെ കൃപയും സാന്നിധ്യവും അങ്ങയുടെ മക്കളുടെ മേലുണ്ടാകുകയും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ തൊക്കണം ഈ ടീമിനെ കർത്താവ് ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ഇട്ടിക്കൽ കുഞ്ഞുമോനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. താൻ ചെയ്യുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ശുശ്രൂഷകൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. അതിൻ്റെ പിന്നിൽ കർത്താവ് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുവാൻ തൊക്കണം പ്രിയ മകൻ്റെ ജീവിതത്തിലൂടെ സ്വർഗത്തിൽ അപ്പച്ചൻ സഹായിക്കുന്നതിനായി സ്തോത്രം. തുടർന്നും കർത്താവ് സഹായിക്കണമേ. തൻ്റെ ജീവിത യാത്രയിൽ കർത്താവ് അവിടുന്ന് സഖിയും തുണയും എല്ലാ പരിപാലകനും എല്ലാമായി കൂടെ ഇരിക്കണം കർത്താവെ. അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വേല ചെയ്യുവാൻ പിന്നെയും കരങ്ങളിലെടുത്ത് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മ്യൂസിക് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം കർത്താവെ. പ്രിയ ഷാജു സോദരനായി സ്തോത്രം കർത്താവെ. അവിടുന്ന് കർത്താവ് എത്രത്തോളം സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാനങ്ങൾ കർത്താവെ പാടുവാൻ തൊക്കണം കർത്താവ് കൊടുത്ത വലിയ ഭാഗ്യത്തിനായി സ്തോത്രം, കഴിവിനായി സ്തോത്രം. കർത്താവിനെ ഉയർത്തിക്കാട്ടുവാൻ അനേക സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി പാടുവാൻ തൊക്കണം പിന്നെയും കർത്താവ് ബലപ്പെടുത്തിക്കൊള്ളമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത്രത്തോളം സഹായിച്ച എല്ലാ ദയക്കും നന്ദിയോടെ സ്തോത്രം. പ്രിയ സാംസഗ്രേച്ചാനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കർത്താവെ, ജീവന്റെ വചനം കർത്താവെ, പ്രത്യാശയുടെ വചനം കർത്താവെ, രക്ഷയുടെ വചനം ലോകത്തോട് അറിയിപ്പാൻ തൊക്കണം കർത്താവ് പിന്നെയും അവിടുന്ന് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. തൻ്റെ കർത്താവ് വാക്കുകളിലൂടെ ഞങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് കഴിഞ്ഞ 40 വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു കർത്താവ്. ഇത്രത്തോളം ദൈവം സഹായിച്ചു. അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ ഭാഗ്യം കൊടുത്തിട്ടുണ്ട് കർത്താവെ. ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ
ദാസനെ അങ്ങ് കരങ്ങളിലെടുക്കുന്നതിനായി സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം ഈ നിലയിൽ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ കൊടുത്ത കഴിവിനായി സ്തോത്രം. തുടർന്ന് ദൈവം സഹായിക്കണം. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അനേക ശുശ്രൂഷകൾ ചെയ്യുവാൻ ഇനിയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിയെയും ദൈവം സഹായിക്കണമേ കർത്താവെ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഇപ്പോൾ കടന്നു പോകുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വചനം ശ്രവിച്ച, ഗാനങ്ങൾ ശ്രവിച്ച മക്കൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ, അവരുടെ ഹൃദയത്തിൽ വീണിരിക്കുന്ന ജീവന്റെ കർത്താവെ വചനം കർത്താവെ, അത് നല്ല നിലത്ത് വീണ വിത്ത് പോലെ അനേക ഫലങ്ങളെ പുറപ്പെടുവിപ്പാൻ തൊക്കണം കർത്താവ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഒരിക്കലും കർത്താവെ നശിച്ചു പോകുന്നതല്ലോ കർത്താവെ, അത് നിലനിൽക്കുന്നതാണല്ലോ കർത്താവെ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സകല മഹത്വം അങ്ങയുടെ പാദത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച, ഗാനങ്ങൾ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആശീർവാദത്തോടുകൂടെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർത്താവും പ്രിയരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ വചന ശുശ്രൂഷയിലും ഗാന ശുശ്രൂഷയിലും സഹകരിക്കുകയും ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ ശുശ്രൂഷയിൽ അനുഗ്രഹം പ്രാപിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.